നെന്മാറ കൊലക്കേസിലെ പോലീസ് വീഴ്ചയെ അന്വേഷിക്കാൻ എഡിജിപിയുടെ നിർദ്ദേശം. അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ സമർപ്പിക്കാൻ എഡിജിപി മനോജ് എബ്രഹാം പാലക്കാട് എസ്പിക്ക് നിർദ്ദേശം നൽകി. പ്രതി ചെന്താമര ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിക്കാതിരുന്നത് ഗൌരവമായാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുതെന്ന ജാമ്യ ഉപാധി നെന്മാറ പഞ്ചായത്ത് പരിധി എന്നാക്കി മാത്രമാണ് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി മാറ്റിയത്. കോടതി ഉത്തരവ് ലംഘിച്ചാണ് പ്രതിയായ ചെന്താമര നെന്മാറ പഞ്ചായത്ത് പരിധിയിലെ പോത്തുണ്ടിയിൽ എത്തിയത്. ഇത് സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ല. കൊല്ലപ്പെട്ട സുധാകരന്റെ മകൾ നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയിരുന്നു. സജിത കൊലപാതക കേസിലെ സാക്ഷികളായ സുധാകരനെയും കുടുംബത്തെയും വധിക്കുമെന്ന് പ്രതിയായ ചെന്താമര ഭീഷണിപ്പെടുത്തി എന്ന പരാതി ലഭിച്ചിട്ടും ഈ വിവരം പോലീസ് കോടതിയെ അറിയിച്ചില്ല. കോടതിയെ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചാൽ ജാമ്യം റദ്ദാക്കാൻ വരെ സാധ്യതയുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം 29-ാം തീയതി നെന്മാറ പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതിയായ ചെന്താമര സ്റ്റേഷനകത്ത് കയറാൻ തയ്യാറാവാത്തതിനാൽ SHO ഇറങ്ങി വന്ന നടപടിയെയും തെറ്റാണെന്ന് പോലീസ് വിലയിരുത്തുന്നു. പോലീസിനെതിരായി ഉയർന്നുവന്ന ആരോപണങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ക്രമസമാധാന ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം പാലക്കാട് SPക്ക് നിർദ്ദേശം നൽകി. സാജിദ് അജ്മൽ, മീഡിയ 1, തിരുവനന്തപുരം.